നിയമസഭയിലെ ചർച്ച നോക്കിയാൽ ആരോഗ്യരംഗത്ത് ഒരു പ്രശ്നവുമില്ല, എല്ലാം മുമ്പ് എന്നത്തേക്കാൾ ഭംഗിയായി നടക്കുന്നു എന്ന ഈ അവകാശവാദമാണ് ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രതിപക്ഷം അതിശക്തമായി തന്നെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന വിഷയങ്ങൾ, അവിടുത്തെ മരുന്ന് ക്ഷാമത്തെക്കുറിച്ച്, ഉപകരണ ക്ഷാമത്തെക്കുറിച്ച്, അതുപോലെ അമീബിക് മസ്തിഷ്ക ജ്വരം കേരളമാകെ വ്യാപിക്കുമ്പോഴും അതിന്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിൽ, എന്താണ് എന്ന് കൃത്യമായി കണ്ടെത്തുന്നതിൽ സർക്കാർ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നു എന്ന രീതിയിലൊക്കെ ഉള്ള വലിയ വിമർശനങ്ങൾ അയച്ചുവിട്ടു. മാത്രമല്ല, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ, ഉപകരണങ്ങളില്ലാത്തത് കൊണ്ട് സർജറി പോലും മുടങ്ങുന്നൊരവസ്ഥ, അത് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ അദ്ദേഹം വേട്ടയാടപ്പെട്ടത്. ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വലിയ വിവാദങ്ങളായിട്ട് വളരുന്ന വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ച, അല്ലെങ്കിൽ അത്തരം ഒരു പ്രമേയത്തിന്റെ പ്രസക്തി ഉണ്ടായതും അത് അവതരിപ്പിക്കപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നതും. പക്ഷെ ഏറ്റവും ഒടുവിൽ ആ ചർച്ചയുടെ അവസാനം ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം എന്ന് പറയുന്നത് ആ പ്രമേയം അവതരിപ്പിച്ച പറഞ്ഞ മണ്ണാർക്കാട് MLA ഷംസുദ്ദീനെ പരിഹസിക്കുന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല എന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് സഭ ബഹിഷ്കരിക്കുന്ന അല്ലെങ്കിൽ വാക്കൌട്ട് പ്രഖ്യാപിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ ഈ സർക്കാർ അവകാശപ്പെടുന്ന പോലെ അത്ര സുതാര്യമാണോ, അല്ല അത്ര സുഗമമാണോ ആരോഗ്യ മേഖല എന്ന ചോദ്യത്തിന് അല്ല എന്ന ഉത്തരവാണ് കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ പല മെഡിക്കൽ കോളേജുകളിലും ജനങ്ങൾക്ക് ആവശ്യത്തിന് മരുന്നുകളില്ല. പല മെഡിക്കൽ കോളേജുകളിലും ഈ സർക്കാർ കൃത്യമായിട്ട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനോ അല്ലെങ്കിൽ മരുന്ന് ചെയ്യുന്ന കമ്പനികൾക്ക് കൃത്യമായി പണം നൽകാത്തതിനാൽ അവർ വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. മരുന്നുകൾ മാത്രമല്ല, ഉപകരണങ്ങളുടെ വിതരണവും പലയിടത്തും നിർത്തിവെച്ചിരിക്കുന്നു. നേരത്തെ ഈ പറഞ്ഞ കാരുണ്യ പദ്ധതിയിലൊക്കെ വൻതോതിൽ പണം അല്ലെങ്കിൽ വലിയ രീതിയിൽ പണം വകയിരുത്തിയിരുന്നു. ചില പ്രത്യേകതരം രോഗങ്ങളിൽ, വൃക്കരോഗമോ അല്ലെങ്കിൽ ഹൃദ്രോഗം പോലുള്ള വലിയ രോഗങ്ങൾ ബാധിക്കുന്ന മനുഷ്യർക്ക് ഈ കാരുണ്യ പദ്ധതി വലിയ സഹായമായിരുന്നു. പക്ഷെ ആ പദ്ധതിയൊക്കെ ഇന്ന് പേര് മാറുകയോ അല്ലെങ്കിൽ ആ പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കുന്ന തുകയിലൊക്കെ വലിയ വ്യത്യാസം വന്നു. അന്നത്തെ പോലെ ഇന്ന് ആ രീതിയിൽ ജനങ്ങൾക്ക്, രോഗികൾക്ക് പണം കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ മൊത്തത്തിൽ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഇത്രയും 9-9.5 വർഷങ്ങൾക്ക് ശേഷം അനുവദിക്കുന്ന തുകയുടെ അളവിൽ, കാരണം രൂപയുടെ മൂല്യം ഇടിയുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് 100 കോടി അനുവദിക്കുന്ന സാധാരണത്തിൽ നിന്ന് 150 കോടി അനുവദിക്കേണ്ടി വരും. അപ്പൊ പണം കൂടുതൽ അനുവദിക്കുന്നു എന്നൊരു അവകാശവാദം, അപ്പൊ രൂപയുടെ മൂല്യച്യുതി വെച്ച് നോക്കുമ്പോൾ അങ്ങനെയും കൂടി ഒരു കമ്പാരിസൺ വേണ്ടി വരും. പക്ഷെ ഈ വെറുതെ ഈ പണം കൃത്യമായിട്ടുള്ള ഒരു അക്കത്തിൽ നോക്കുമ്പോൾ ഈ ഒരുപക്ഷെ ഔട്ട്ലേക്ക് കൂടുതലായിരിക്കാം എന്നത് ഒരു വസ്തുതയാണ്, അത് നിഷേധിക്കാൻ പറ്റില്ല. ചില മേഖലകളിൽ സർക്കാരിന്റെ, പ്രത്യേകിച്ച് പല ആശുപത്രികളിലും കൂടുതൽ നല്ല കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നല്ല കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ മൊത്തത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല പരിശോധിക്കുമ്പോൾ മന്ത്രി ഇന്ന് അവകാശപ്പെട്ട പോലെ അല്ലെങ്കിൽ ഭരണപക്ഷം അവകാശപ്പെടുന്ന പോലെ അത്ര ഭംഗിയിലൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.